കഴിഞ്ഞ ദിവസം നമ്മൾ ബൊക്കെ ബ്ലാങ്കറ്റ് ഉണ്ടാക്കിയല്ലോ, ഫ്ലോറൽ ബൊക്കെ ബ്ലാങ്കറ്റ്. അതിൽ ബാലൻസ് വന്ന ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബാക്ക് ജാമാണ് കേട്ടോ. അത് കീ ചെയിനായിട്ടും ചെയ്യാൻ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഞാൻ പാറ്റേൺ പറഞ്ഞുതരാം, സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. പാറ്റേൺ ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല ഈസിയാണ്, നല്ല രസമാണ്. സമയമെടുക്കും കേട്ടോ, ആസ് ഓൾവേസ് സമയമെടുക്കും ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും പക്ഷേ ചെയ്ത് നോക്കാവുന്ന ഒരു സംഗതിയാണ്. ഞാൻ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹുക്ക്, ഈ ഒരു ഹുക്ക് സെറ്റിൽ 2.5 mm ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ് വർദ്ധമാൻ്റെ ബേബി സോഫ്റ്റ് യാണാണ്. ഏത് യാൺ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. കോട്ടൺ യാൺ വെച്ച് ചെയ്താൽ കൂടുതൽ ഭംഗിയുണ്ടാവും. എന്തായാലും നമുക്കിത് ബാഗിലൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ആ ഒരു മെറ്റൽ റെക്ടാങ്കുലർ പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു എന്താ ഇനി പറയണേ, വള്ളി പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സാധനം, അതിലേക്ക് നമുക്കിത് കൊളുത്തിടാം കേട്ടോ. ഞാൻ ഈ വലിയ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇടാം കേട്ടോ. ഇങ്ങനെ ഇടാൻ പാകത്തിനാണ് ഞാൻ ആ ഒരു ലൂപ്പ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ട് വന്നിട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. ഇതല്ല ഇതിൻ്റെ ആക്ച്വൽ കളറ്. നോക്കട്ടെ ഇത് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. നല്ല രസമുള്ളൊരു കളറാണത്. ഇതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, ഏറെക്കുറെ ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് പറയാം. ഇനി പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ ഒരു മാജിക് റിങ് ചെയ്യുക. ആ മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക. അതായത് ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. അതാണ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നെക്സ്റ്റ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസും ഒരു സിംഗിൾ ക്രോഷ്യ, അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നത്തെ റൗണ്ട് മുതൽ ഒരു 7 റൗണ്ട് മുകളിലേക്ക് എണ്ണിയിട്ട് എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. അതിനുശേഷം ആ ഗ്രീൻ ത്രെഡിനെ മാറ്റുക. അപ്പോൾ നമ്മൾ താഴത്തെ ആ പോർഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രീൻ ത്രെഡിനെ മാറ്റിയിട്ട് പിന്നെ ഏത് കളറാണോ ആ കളർ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഓരോ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും 4 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ദെൻ അങ്ങനെ 3 പ്രാവശ്യം, അതായത് 3 റൗണ്ട് ആദ്യം ചെയ്യുമ്പോൾ വിടർന്ന് വരും, പിന്നെയും വിടർന്ന് വരും, അങ്ങനെ കേളായിട്ട് വരും കേട്ടോ. അത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.